തലസ്ഥാനത്ത് ഇനിയുള്ള 5 ദിവസങ്ങൾ അത് ആഘോഷത്തിന്റെ രാവുകളാണ്. അങ്ങനെ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. അങ്ങനെ അതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങളാണ് ഓരോ വേദിയിലും നടക്കുന്നത്. മാത്രമല്ല ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ വേദികൾക്ക്, ഓരോ മത്സര വേദികൾക്കും നൽകിയിരിക്കുന്ന പേരുകൾ തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ 25 നദികളുടെ പേരുകളാണ് ഓരോ വേദിക്കും നൽകിയിരിക്കുന്നത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തുന്നതോടെയാണ് കലോത്സവത്തിന് തുടക്കമാവുക. ഒന്നാം വേദിയായ MD നിലയിൽ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ശ്രീനിവാസൻ തൂണേരി രചിച്ച് കാവാലം ശ്രീകുമാർ ചിട്ടപ്പെടുത്തിയ കലോത്സവത്തിന്റെ സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരം കലാമണ്ഡലത്തിലെ കുട്ടികളും പൊതുവിദ്യാലയത്തിലെ കുട്ടികളും ചേർന്ന് അവതരിപ്പിക്കും. വയനാട് വെള്ളാർമല GHSSലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘനൃത്തവും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാണ്. സംസ്ഥാന കലോത്സവത്തിന്റെ അവതരണഗാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. കലാമണ്ഡലത്തിൽ നിന്നൊരു ടീമാണ് ഇവിടെ വന്നിട്ടുള്ളത്. കലാമണ്ഡലത്തിലെ പോലെ തന്നെ പുറത്തുനിന്ന് കലാരംഗത്തൊക്കെ മികവ് തെളിയിച്ചിട്ടുള്ള കുട്ടികളെ സ്ക്രീനിങ്ങിലൂടെ ഒരു 11 പേരെ ഇതിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ 3 ട്രൈബൽ കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ദഫ് മുട്ട് കളിക്കുന്ന പിള്ളേരെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവതരണഗാനത്തിൽ ഈ കലോത്സവത്തിൽ ഉൾപ്പെടുത്തുന്ന കലാരൂപങ്ങളെക്കുറിച്ച് ചെറുതായി പരാമർശിച്ചു പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, അതുപോലെ തന്നെ ഫോക്ക്, തിരുവാതിരക്കളി, മാർഗംകളി, ഒപ്പന, ദഫ്മുട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് അവതരണഗാനം ചെയ്യുന്നത്. 44 പേരാണ് അവതരണഗാനത്തിൽ ചെയ്യുന്നത്. 25 വേദികളിലായി 249 ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും. മത്സരവേദികൾക്ക് കേരളത്തിലെ പ്രധാന നദികളുടെ പേരുകളാണ് നൽകിയിട്ടുള്ളത് എന്നത് പ്രധാന സവിശേഷതയാണ്. 15,000-ലധികം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കാനെത്തുന്നത്. 8 വർഷത്തിനു ശേഷമാണ് തലസ്ഥാനത്ത് സ്കൂൾ കലോത്സവം നടക്കുക. മത്സരഫലങ്ങൾ വേദിക്കരികിൽ പ്രദർശിപ്പിക്കാൻ ഡിജിറ്റൽ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം മത്സരങ്ങൾ തത്സമയം കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യും. മത്സരങ്ങൾ വീക്ഷിക്കുന്നതിനും മത്സരങ്ങളുടെ പുരോഗതി തത്സമയം അറിയുന്നതിനും കൈറ്റ് റിലീസ് ചെയ്തിട്ടുള്ള മൊബൈൽ ആപ്പും ഉപയോഗിക്കാം. അങ്ങനെ തലസ്ഥാനം കലസ്ഥാനമായിരിക്കുകയാണ്. നാടും നഗരവും ഒന്നായി കലോത്സവത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ്. ആ വിശേഷങ്ങളിലേക്ക് കൈരളി ന്യൂസും അതിനൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കലോത്സവത്തിൻ്റെ പ്രധാന വേദികളിലൊന്നായ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. ഇതിന് നൽകിയിരിക്കുന്ന പേര് നില എന്നാണ്. MD വാസുദേവൻ നായർക്ക് ആദരം അർപ്പിച്ചുകൊണ്ടാണ് ഈ വേദിക്ക് ഈ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ തുടർന്നും കൈരളി ന്യൂസിനൊപ്പം തുടരുക. ക്യാമറമാൻ പ്രകാശിനൊപ്പം സോന കണ്ടത്തിൽ ഫിലിപ്പ്, കൈരളി ന്യൂസ്.